നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ടും കോടിയർച്ചനയും. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കോടിയർച്ചനയ്ക്കുള്ള മുഖമണ്ഡപ സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. കോടിയർച്ചന നടക്കുക വ്യാഘ്രപാദത്തറയ്ക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ സർക്കാർ നടപടി കർശനമാക്കണമെന്ന രമേശ് ചെന്നിത്തല. കേരളം മയക്കുമരുന്നിന്റെ താവളമാകുന്നത് സർക്കാർ കർശന നടപടി സ്വീകരിക്കാത്തതും പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാത്തതും മൂലമെന്നും രമേശ് ചെന്നിത്തല. ചേർത്തല താലൂക്ക് NSS പ്രതിഭാ സംഗമം ചേർന്നു. താലൂക്ക് യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന വടക്കുപുറത്ത് പാട്ടും കോടിയർച്ചനയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സുഗമമായി നടത്തുവാൻ വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ ചേർന്ന ക്രമീകരണ യോഗം തീരുമാനിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് അഷ്ടമിക്ക് കാണുന്നതിനേക്കാൾ വിശാലവും വിപുലവുമായ സൗകര്യം വടക്കുപുറത്ത് പാട്ടിന് ഒരുക്കണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. 28 ദിവസത്തെ ദൗത്യമാണ്. നഗരസഭ പ്രത്യേക ആക്ഷൻ പ്ലാൻ എടുത്ത് മാലിന്യങ്ങൾ അതാത് സമയം നീക്കം ചെയ്യണം. ശുചിത്വ മിഷനുമായി യോജിച്ച് നടപടിയെടുക്കണം മന്ത്രി സൂചിപ്പിച്ചു. ഏറ്റവും വിജയകരമായി പര്യവസാനിച്ചത് 1 മിനിറ്റിൽ മുമ്പ് 65 പേര് 18-ാം പടി കയറുമായിരുന്നെങ്കിൽ 1 മിനിറ്റിൽ 85 പേരെ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. പോലീസുകാർക്ക് ഒരു ഇരിപ്പിടം കൊടുത്തു. അവരുടെ ഡ്യൂട്ടി ടൈം 20 മിനിറ്റിൽ 15 മിനിറ്റായി കുറച്ചു കൊടുത്തപ്പോഴുമാണ് അവരും മനുഷ്യരാണ്. അവർക്ക് ഈ സേവനം മുഴുവൻ ഒപ്പിക്കാൻ കഴിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. കൂടുതൽ പോലീസ് സേന ആവശ്യമാണ്. ദേവസ്വവുമായി സഹകരിച്ച് കൂടുതൽ CCTV ക്യാമറ സംവിധാനം ഒരുക്കണം. ആധുനിക സംവിധാനവും ഷാഡോ പോലീസും ഉണ്ടാവണം. ആധുനിക സംവിധാനമുള്ള ആംബുലൻസും 108 ആംബുലൻസും ഒരുക്കണം മന്ത്രി സൂചിപ്പിച്ചു. വൈക്കം MLA CK ആശ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ ജോൺ സാമുവൽ, വൈക്കം തഹസിൽദാർ ഗോപകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, വൈക്കം DYSP PC ബിച്ചൻ തോമസ്, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ KR ശ്രീലത, നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ, വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K ഷീബ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ BR സുനൂപ്, വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് S സുധീഷ് കുമാർ, സെക്രട്ടറി P സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കോടിയർച്ചനയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. കോടിയർച്ചന മണ്ഡപത്തിന്റെ സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വ്യാഘ്രപാദത്തറയ്ക്ക് മുൻവശമാണ് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ കോടിയർച്ചന നടക്കുക. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് ഏപ്രിൽ 12-നും തുടങ്ങും. ചടങ്ങിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ KR ശ്രീലത, അസിസ്റ്റന്റ് കമ്മീഷണർ MG മധു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ V ഈശ്വരൻ നമ്പൂതിരി, വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് S സുധീഷ് കുമാർ, സെക്രട്ടറി P സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാഘ്രപാദത്തറയ്ക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നടത്തുന്ന അർച്ചനയിൽ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കനിടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ 51ഓളം ആചാര്യന്മാർ പങ്കെടുക്കും. രാവിലെ 5:30 നടക്കുന്ന വേദസൂക്ത അർച്ചനയ്ക്ക് ശേഷം 6 മുതൽ 11:30 വരെയും വൈകിട്ട് 4:30 മുതൽ 7:30 വരെയുമാണ് അർച്ചന. ഏപ്രിൽ 13-ന് സഹസ്രകലശവും ഉദയനാപുരം ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും നടക്കും. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് ഏപ്രിൽ 2-നാണ് ആരംഭിക്കുക. മയക്കുമരുന്ന് ആര് ഉപയോഗിച്ചാലും അത് ആര് കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഇത്രയും നാൾ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം മയക്കുമരുന്നിന്റെ താവളമായി മാറിയതെന്നും മുഖം നോക്കാതെ ഇതിൽ ഇടപെടാൻ സർക്കാർ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഗവൺമെൻറ് ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത്രയും കാലം ഈ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം ഈ മയക്കുമരുന്നിൻ്റെ ഒരു താവളമായി മാറിയത്. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിഞ്ഞില്ല? ഏത് പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം.
ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പരിപാടി കൊണ്ടുവന്നത്. KPCC പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തത് തങ്ങളുടെ ക്ഷണപ്രകാരമാണ്. അതിൽ ഒരു തെറ്റുമില്ല. പരിപാടി രാഷ്ട്രീയത്തിന് അതീതമായിരുന്നു. ജി സുധാകരനെതിരായ ആക്രമണം അവസാനിപ്പിക്കണം. CPIM നേതൃത്വം ഇത് നിയന്ത്രിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCCയുടെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തത് ഞങ്ങളുടെ ക്ഷണപ്രകാരമാണ്. അതിലൊരു തെറ്റുമില്ല. അത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമത്തിൻ്റെ 100 വർഷം പൂർത്തിയായപ്പോൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ നടത്തിയൊരു പരിപാടിയാണ്. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജി സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സൈബർ സഖാക്കൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഭൂരിപക്ഷം മയക്കുമരുന്ന് കേസുകളിലും പ്രതികൾ SFIക്കാരാണ്. ലഹരി മാഫിയയ്ക്കെതിരെ രാഷ്ട്രീയത്തിനതീതമായ നടപടികൾ ഉണ്ടാകണം. പ്രതികളിൽ KSUക്കാർ ഉണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണം. രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. വൈക്കം വെച്ചൂർ ചേരംകുളങ്ങരയിൽ ബൈക്കും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വൈക്കം കുടവെച്ചൂർ പുന്നത്തറ സ്വദേശി സുധീഷാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ബൈക്ക് ബസ്സിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിച്ചു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കോട്ടയം ചേർത്തല ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലാറ്റിൻ ഫ്രറ്റേർണിറ്റി കോൺഗ്രസ് കടൽ മണൽ ഖനനത്തിനെതിരെ തീരദേശവാസികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൈക്കൽ ജംഗ്ഷനിൽ KPCC ജനറൽ സെക്രട്ടറി MK ജോബ് ഉദ്ഘാടനം ചെയ്തു. യാതൊരുവിധ പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനങ്ങൾ നടത്താതെയാണ് കേന്ദ്ര സർക്കാർ കടൽ മണൽ ഖനനത്തിനായി സ്വകാര്യ കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചത്. ഇത് കടലിന്റെ ജൈവ വൈവിധ്യത്തെയും മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുകയും ഓഖി, സുനാമി പോലുള്ള അതിതീവ്ര ചുഴലിക്കാറ്റിനും തീരദേശം വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും നേതാക്കൾ ആരോപിക്കുന്നു. പണ്ട് എനിക്കറിയാം, ബെന്നിച്ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ആർട്ടിക്കൽ ചെയ്യുന്ന പ്രദേശത്ത് മുൻപ് കടലാക്രമണം ഉണ്ടാകാറില്ലായിരുന്നു. എപ്പോഴും ഓമനപ്പുഴയിലും തോട്ടപ്പുഴയിലും കാഞ്ഞിരഞ്ചിറയിലും കടലാക്രമണം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേന്നവേലിയിലും അർത്തങ്കലും ഒക്കെ കടലാക്രമണം വരുന്നു. എന്താ കാര്യം? ചെത്തി ഹാർബറിന്റെ പുലിമുട്ട് കടലിലേക്ക് നീട്ടിയപ്പോൾ അത് ഒഴുക്കിനെ ബാധിച്ചുകൊണ്ട് ഒരു വശത്തുനിന്ന് കര കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ സൂചിപ്പിച്ചത് കടലിലെ ചെറിയ ഒരു നിർമ്മാണം പോലെ, അല്ലെങ്കിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും അതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് നമ്മളെ ഡയറക്റ്റ് ബാധിക്കാത്ത കൊണ്ടായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. നമ്മളെ ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കാത്തത് കൊണ്ടായിരിക്കും ഈ കടൽ ഖനനം അത് ബാധിക്കുന്നത്. മത്സ്യത്തൊഴിലാളി നമ്മുടെ തൊഴിലിടങ്ങളെയല്ലേ ബാധിക്കുന്നതെന്ന് ചെറിയ ആൾക്കാരെങ്കിലും ധരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മളെ ശരിക്കും ഡയറക്റ്റ് ബാധിക്കും. ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ തീരദേശ ജനവിരുദ്ധ പദ്ധതികളെക്കാൾ ഏറ്റവും രൂക്ഷവും അതുപോലെ തന്നെ കാലങ്ങളെ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണ്. ദശലക്ഷക്കണക്കിന് ടൺ മണൽ കഴുകാൻ ഉപയോഗിക്കുന്ന ജലം നാടിനെ കടുത്ത ജലക്ഷാമത്തിലേക്കും വരൾച്ചയിലേക്കും കൃഷിനാശത്തിലേക്കും നയിക്കും. കേന്ദ്ര സർക്കാർ ഇതിനു പിന്തുണ നൽകുന്നത് വഞ്ചനയാണെന്നും ഇതിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൂട്ടായ്മയിൽ LFC ജനറൽ സെക്രട്ടറി ടെൻസൻ ജോർജ് കുട്ടി സ്വാഗതം പറഞ്ഞു. LFC പ്രസിഡന്റ് ഡോക്ടർ KS മനോജ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. കൃപാസനം ഡയറക്ടർ ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുന്തറ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കുന്ന ബ്ലൂ എക്കണോമി സിസ്റ്റം അനുസരിച്ച് ഡോക്ടർ KS മനോജ് MP പറഞ്ഞതുപോലെ, XMP പറഞ്ഞതുപോലെ, കൊല്ലം പരപ്പ് തൊട്ട് നമ്മുടെ ആലപ്പുഴ തീരം വരെ ഈ കടൽ മണൽ ഖനനം ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ജനങ്ങൾ ബോധവാന്മാരല്ല. ഈ മണ്ണ് എങ്ങനെയാണ് എടുക്കുന്നത്? ഡോക്ടർ പറഞ്ഞു, ഇതെടുത്ത് കഴുകി വൃത്തിയാക്കി കെട്ടിട നിർമ്മാണ പ്രവർത്തനത്തിന് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞു. ഡോക്ടറെ, അതല്ല ശരിക്കും സംഭവിക്കുന്നത്. അതല്ല,
ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ധാതുക്കൾ ഉള്ള പ്രദേശമാണ് ഈ പല ബ്ലോക്കുകളായി ഇപ്പൊ കൊടുത്തിരിക്കുന്ന കൊല്ലം പരപ്പ് തൊട്ട് ആലപ്പുഴ വരെയുള്ള പ്രദേശം. പള്ളിപ്പുറത്ത് കഞ്ചാവ് ചെടി വളർത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ആസാം സ്വദേശി ഷഹിദുൾ ഇസ്ലാമിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 260 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുന്നിൽ വളർത്തിയ 65 സെന്റിമീറ്ററും 55 സെന്റിമീറ്ററും നീളമുള്ള 2 കഞ്ചാവ് ചെടികളാണ് കണ്ടെടുത്തത്. സംഭവത്തിൽ ആസാം മാരിഗോൺ ബോറിഗോൺ സ്വദേശി സഹിദുൾ ഇസ്ലാമിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ താമസിക്കുന്ന ഷെഡിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ 260 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. CDUGKY പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ ചേർത്തലയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. പരമാവധി ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ 18-നും 35-നും ഇടയിലുള്ള യുവതി യുവാക്കൾക്കായിട്ടാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. +2 മുതൽ ബിരുദം, ബിരുദാന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച 300ഓളം ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് തൊഴിൽമേള, ഇല്ലേ? നിങ്ങൾ 2 മാസം മുമ്പ്, അതായത് കഴിഞ്ഞ 16-ാം തീയതി ആലപ്പുഴയിലെ വിജ്ഞാനം ആലപ്പുഴ എന്നുള്ളതായിട്ടുള്ള പരിപാടിയിലൊക്കെ ഒരുപാട് പേര് പങ്കെടുത്ത് കാണുമായിരിക്കും. ഇന്നലെയും അതുപോലെ തന്നെ പ്രയുക്തി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ തന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ തൊഴിൽ പഠിച്ചു നിൽക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് തൊഴിലന്വേഷണം ഇന്നിപ്പോൾ ഒരു ഏറ്റവും വലിയൊരു ഘടകമാണ്. പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആയില്ല, അല്ലേ? നിങ്ങളെ സംബന്ധിച്ച് ഒരു തൊഴിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തൊഴിലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വാർഡ് കൗൺസിലർ എ അജി ആശംസകൾ നേർന്നു. ഇൻഫോസിസ് ഫൗണ്ടേഷൻ പ്രൊജക്ട് ഇൻചാർജ് അമൃത രാമചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ അധ്യക്ഷയായി. CDS വൈസ് ചെയർപേഴ്സൺ മഞ്ജു MA സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർ സോണി നന്ദിയും പറഞ്ഞു. ചേർത്തല താലൂക്ക് NSS പ്രതിഭാ സംഗമം ചേർന്നു. താലൂക്ക് യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും ഇക്കഴിഞ്ഞ വർഷം കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ സംസ്ഥാന തലങ്ങളിൽ മികച്ച വ്യക്തിമുദ്ര കാഴ്ചവെച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനായിട്ടാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു കണ്ടുപിടുത്തത്തിലും ഉള്ളതുപോലെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും, നമ്മളുടെ ഒരു ഉന്നമനത്തിനും ബെറ്റർമെന്റിനും വേണ്ടി മാത്രം നമ്മൾ ഗാഡ്ജറ്റ്സിന് ഉപയോഗിച്ചാൽ നല്ലതാണ്. അതല്ല, നമ്മളെ ഗാഡ്ജറ്റ്സ് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ എല്ലാവരുമല്ല, ഒരു നല്ല ശതമാനം ജഡ്ജസൊക്കെ ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ വളരെ പുറകോട്ടും. ഒറേറ്ററി സ്കിൽസ് എന്നെപ്പോലുള്ള ചിലർക്ക് അടുത്തകടെ പോലും പോയിട്ടില്ല. ചിലർക്ക് നല്ല സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞ നാഗരേഷ് സാറും അതുപോലുള്ള ആൾക്കാർക്ക് വളരെയധികം ഒറേറ്ററി സ്കിൽസ് ഉള്ളവരുണ്ട്. ചിലർക്ക് തീരെ കുറവാണ്. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. NSS അഡീഷണൽ ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദി പറഞ്ഞു. 2 മേഖലകളായിട്ട് തിരിച്ച് നമ്മൾ എൻഡോമെന്റ് വിതരണം നടത്തുകയുണ്ടായി. വടക്കൻ മേഖലയെ സമ്മേളനം ഇവിടെ വച്ചു. തെക്കൻ മേഖലാ സമ്മേളനം അരിപ്പറമ്പ് സുഹൃതം കൺവെൻഷൻ സെന്ററിൽ വെച്ചും നടത്തുകയുണ്ടായി. നിരവധി വിദ്യാർത്ഥികൾ വരികയും അവർ വളരെ സന്തോഷത്തോടു കൂടി എൻഡോമെന്റ് ഒക്കെ മേടിച്ചു കൊണ്ടുപോയ രംഗങ്ങൾ മനസ്സിൽ നിൽക്കുകയാണ്.
വൈക്കം പോളശ്ശേരി LP സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം പഠന ഉത്സവവും നടത്തി. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. GWLPS പോളശ്ശേരി ഭാഗം ഹെഡ് മിസ്ട്രസ് സബിത VD സ്വാഗതം പറഞ്ഞു. ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് അവர்களാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയാണ്, നമ്മുടെ പോളശ്ശേരിയുടെ അഭിമാനമാണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രീത രാജേഷ് അവർ. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു. അതുകൂടാതെ വിദ്യാർത്ഥികളെ നിരന്തരമായി ഇടപെടലുകൾ അത് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാനും കൂടുതൽ മെച്ചപ്പെടാനും സാധിച്ചു. ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് പൊതുവിദ്യാലയങ്ങൾ വീണ്ടും വീണ്ടും പഴയ രീതിയിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരേണ്ട കാലഘട്ടം അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും നമ്മുടെ സ്കൂളും ഏറ്റവും മികച്ച സ്കൂളായി നമ്മുടെ വൈക്കം താലൂക്കിലെ ഏറ്റവും മികച്ച സ്കൂളിലൊന്നായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമാ താരം ചെമ്പിൽ അശോകൻ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ ബിജിമോൾ പ്രവേശന ഫോം വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ KP സതീശൻ കളിയുപകരണങ്ങളുടെ ഉദ്ഘാടനം നടത്തി. മുൻ DEO പ്രീത രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പോളശ്ശേരി AKDS പ്രസിഡന്റ് സണ്ണി NT, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് PR അനിൽകുമാർ, PTA പ്രസിഡന്റ് ഐശ്വര്യ മനു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഞാൻ സ്കൂൾ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ലാസ്റ്റ് ഇവിടെ APMHSലാണ് പഠിക്കുന്നത്, പൂത്തോട്ട. അവിടെ ഞാൻ പോകുന്ന വർഷമാണ് അവിടെ സമരം ഉണ്ടാകുന്നത്. അവിടുത്തെ ഏറ്റവും ഒരു പ്രധാന അധ്യാപകൻ PA രാജൻ എന്ന് പറയുന്ന HM ആയിരുന്നു. അദ്ദേഹം ഉള്ളിടത്തോളം കാലം അവിടെ കുട്ടികളും മറ്റൊരു രീതിയിലും പഠനമല്ലാതെ മറ്റൊരു രീതിയിലും ചലിക്കില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതും മറികടന്നാണ് അവിടെ രാഷ്ട്രീയമുണ്ടായത്. അത് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അപ്പോൾ എൻ്റെ പെങ്ങളുടെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചു പോകുന്നതിന് ശേഷം. അപ്പോൾ എനിക്കൊക്കെ പഠിക്കാനായിട്ട് മിക്കവാറും ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. കാരണം ചെല്ലുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും പഠിക്കാതെ ചെല്ലാൻ പറ്റാത്ത അധ്യാപകരുടെ വിഷയങ്ങളുണ്ടാകും. അപ്പം മിക്കവാറും പല അധ്യാപകരുടെ വിഷയങ്ങൾക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം പിന്നെ അങ്ങോട്ട് ചെന്ന് KPMS ചേർത്തല യൂണിയന്റെ 12ാമത് സമ്മേളനം ചേർന്നു. ലാൻസ് ഓഡിറ്റോറിയത്തിൽ സെക്രട്ടേറിയറ്റ് അംഗം MP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KPMSന്റെ 54ാം സംസ്ഥാന സമ്മേളനം 2025 ഏപ്രിൽ 11, 12, 13 തീയതികളിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചേർത്തല യൂണിയന്റെ 12ാമത് സമ്മേളനത്തിൽ VT വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനമാണ്. വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നമ്മൾ രൂപകൽപ്പന ചെയ്തു. ഇന്ന് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ 75%, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 75% വരുന്ന ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പൊതു സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആ ഭരണഘടനാ തത്വസംഹിതകളെ ഈ വിഭാഗം ജനങ്ങൾക്ക്, വിശിഷ്യ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ പരിരക്ഷയ്ക്ക് യൂണിയൻ കമ്മിറ്റി അംഗം വിസിത മനോഹരൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടേറിയറ്റ് അംഗം CK ഉത്തമൻ ആശംസകൾ അറിയിച്ചു. പഞ്ചമി കോർഡിനേറ്റർ രശ്മി R, ഉഷ T, പ്രീന ബിജു, ബാബു TM തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി മോനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മോനാട്ടുമന കൃഷ്ണൻ ഗോവിന്ദൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി മേനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറിയത്. ക്ഷേത്ര മുഖ്യ കാര്യദർശി ഇണ്ടന്തുരുത്ത് മന ഹരിഹരൻ നമ്പൂതിരി, മേൽശാന്തി പ്രേംകുമാർ S പോറ്റി എന്നിവരും സഹകാർമ്മികരായിരുന്നു. ഊരായ്മ ഇല്ലക്കാരായ ഇണ്ടുന്തിരുത്തി നീലകണ്ഠൻ നമ്പൂതിരി,
ആനത്താനിലത്ത് AJ വാസുദേവൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഉത്സവാഘോഷത്തിന്റെ പ്രധാന ചടങ്ങായ ഭഗവതിയുടെ മതിൽക്കക്കം വിട്ടുള്ള എഴുന്നള്ളിപ്പിന് മാർച്ച് 22 രാവിലെ ഉദയനാപുരം ക്ഷേത്രത്തിലും വൈകിട്ട് വൈക്കം ക്ഷേത്രത്തിലും പയർക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വരവേൽപ്പ് നൽകി. ഇറക്കി പൂജ നടത്തും. ഉത്സവാഘോഷത്തിന്റെ വിവിധ ദിവസങ്ങളിലായി ഉത്സവബലി ദർശനം, തീയാട്ട്, വലിയ കാണിക്ക തുടങ്ങിയ പരിപാടികളും നടക്കും. കാവാലം കുന്നുമേൽ തെരുവുനായ ആക്രമണത്തിൽ 5 വയസ്സുകാരന് ഗുരുതര പരിക്ക്. ചേർനാട്ടുവീട്ടിൽ പ്രദീപ് കുമാറിന്റെ മകൻ തേജസ് പ്രദീപിനാണ് കടിയേറ്റത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. തലയിലും ഇടതു കണ്ണിലും കടിയേറ്റ കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വെച്ചൂർ പഞ്ചായത്ത് 1-ാം വാർഡ് ജനകീയ സഭ വാർഡ് മെമ്പർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കി. വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ജനകീയ വാർഡ് സഭയുടെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി, ഓൺലൈൻ ചൂതാട്ടം എന്നിവയ്ക്കെതിരെ കേരള പോലീസിന്റെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി ഉപയോഗവും ഓൺലൈൻ ചൂതാട്ടവും എന്ന വിഷയത്തിൽ എറണാകുളം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജേഷ് PS-ഉം ലഹരി ഉപയോഗം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഇടയാഴം സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ KB ക്ലാസുകൾ നയിച്ചു. ജനപ്രതിനിധികളായ ഗീതാ സോമൻ, സ്വപ്ന മനോജ്, വിശ്വനാഥൻ, വത്സല എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. ലഹരിയുടെ ഉപയോഗം മൂലം വളരെയധികം ദൂഷ്യവശങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെ തുടക്കമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മേഖലകളിൽ ഇതുപോലെയുള്ള ലഹരിയുടെ ഉപയോഗമുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയും അവരെ ഈ നാടിൻ്റെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് ഈ ദൂഷ്യമായ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് നല്ല ഒരു പൗരനായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇവിടുത്തെ സ്കൂളുകളിലെയും അതോടൊപ്പം തന്നെ കോളേജുകളിലെയും കുട്ടികളെയൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് 1-ാം വാർഡിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കുകയാണ്. ഒരു കേരള വിഷൻ അറിയിപ്പ്. മാർച്ച് 31 സാമ്പത്തിക വർഷ കണക്കെടുപ്പായതിനാൽ ഇതുവരെ കുടിശ്ശിക ഉള്ള ഉപഭോക്താക്കൾ പണം അടച്ച് കേബിൾ കണക്ഷൻ നിലനിർത്തി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാത്തപക്ഷം ഇനിയൊരു അറിയിപ്പ് കൂടാതെ കണക്ഷൻ വിച്ഛേദിക്കുന്നതായിരിക്കുമെന്ന് കേരള വിഷനിൽ നിന്നും അറിയിക്കുന്നു. ചരമവാർത്ത. ചേർത്തല പള്ളിപ്പുറം 7-ാം വാർഡിൽ പരേതനായ പുല്ലാട്ട് PC ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി ജോസ് നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4:30 പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ടും കൊടിയർച്ചനയും. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയർച്ചനയ്ക്കുള്ള മുഖമണ്ഡപ സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. കൊടിയർച്ചന നടക്കുക വ്യാഘ്രപാത തറയ്ക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ സർക്കാർ നടപടി കർശനമാക്കണമെന്ന രമേശ് ചെന്നിത്തല. കേരളം മയക്കുമരുന്നിന്റെ താവളമാകുന്നത് സർക്കാർ കർശന നടപടി സ്വീകരിക്കാത്തതും പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാത്തതും മൂലമെന്നും രമേശ് ചെന്നിത്തല. ചേർത്തല താലൂക്ക് NSS പ്രതിഭാ സംഗമം ചേർന്നു. താലൂക്ക് യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് C ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.